ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്ന ടേബിൾ. ഫ്രൂട്ട്സും ഇതൊക്കെ വയ്ക്കുന്ന ഇത് ഇന്നത്തെ എൻ്റെ ഹസ്ബൻഡ്സ് ഹോം ടൂർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് എന്ന വീഡിയോ ആണ്. എന്നെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ ഹസ്ബൻഡ്സ് ഹോം ടൂർ. ഫൈനലി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹോം ടൂറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ ഏകദേശം ഒരു വീട് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഈ വീട്ടിൽ എല്ലാ വീട്ടിലും ഒന്നുകിൽ നിങ്ങൾക്ക് കിച്ചണും ഞങ്ങളെ ബെഡ്റൂം നിങ്ങൾക്ക് അറിയാം, ബിക്കോസ് ഞങ്ങൾ വൈറൽ ബെഡ്റൂമും കിച്ചണും ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ, പക്ഷേ എനിക്കറിയാമെന്നുള്ള രീതിക്ക് പറഞ്ഞുതരാം. അപ്പോൾ സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് പോർഷൻ ആൻഡ് ഇതാണ് നമ്മൾ വീട്ടിനകത്തോട്ട് കയറുന്ന വഴി. ഞാൻ വരുമ്പോൾ ക്യാമറമാൻ എൻ്റെ കൂടെ വരണം. അപ്പോൾ ഇത് ഗൈസ് നമ്മൾ വന്ന് കയറുമ്പം റൈറ്റ് സൈഡിൽ നമുക്ക് പൂജാ റൂമാണ് ഗൈസ്. വിളക്കൊക്കെ കത്തിക്കണ ഒരു സ്ഥലമുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ദൈവത്തിൻ്റെ കലണ്ടർ, കൃഷ്ണൻ്റെ ആദ്യം എല്ലാവരും ഉണ്ട്, ഇവരൊക്കെ ഉള്ളത്. ആൻഡ് ഇതാണ് നമ്മുടെ പൂജാമുറി. ഇഷ്ടംപോലെ മയിൽപ്പീലിയൊക്കെ ഉള്ള പൂജാ റൂമാണ്. അപ്പോൾ അതത്ര നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ ഒരു കർട്ടൻ ഉണ്ട്. നമ്മൾ കർട്ടൻ മാറ്റിയിട്ട് ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ. കമോൺ ഗൈസ്, ഇവിടെയാണ് നമ്മൾ ടി വി ഒക്കെ കാണാതിരിക്കുന്നത്. നമ്മൾ വന്ന ഉടനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ടി വി ആണ്. നമ്മളിതിന് എന്തിനു പറഞ്ഞ സോഫാനോ? ഗൈസ്, ഇതിന് അങ്ങനെയാണ് പറയണമെന്ന് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് അറിഞ്ഞൂടാ. ഇൻ കേസ് മിസ്റ്റേക്ക് ആണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം എന്ന് പറയണത്. ആൻഡ് ഇവിടെയാണ് ടി വി യൂണിറ്റ് വരണത്. നമുക്കിവിടെ ഇരുന്ന് സിനിമ കാണാം. പിന്നെ ഇത് കണ്ട, ഇവിടെ അത്രയും നമ്മുടെ ഫോട്ടോസാണ്. എൻ്റെ അപ്പൂൻ്റെയും ചേച്ചിയുടെയും ചേട്ടൻ്റെയും കാശിയുടെ ഫോട്ടോസാണ്. എനിക്കറിയാം നിങ്ങൾ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട്, എന്തായാലും കാണിക്കൂല, എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫോട്ടോ സെക്ഷൻ. ഇവിടെ കണ്ട ചേച്ചി, ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചേച്ചിയും ചേട്ടനുള്ള ഫോട്ടോ. പിന്നെ എൻ്റെ അപ്പൂൻ്റെയും കുറച്ച് വെഡ്ഡിങ് ഫോട്ടോസ്, പിന്നെ നമ്മളെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസ്, നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നമ്മളെ ഫോട്ടോസ് കാണുമ്പോഴാണ് അയ്യോ എൻ്റെ അപ്പൂൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, എനിക്ക് അപ്പോഴാണ് ആ ഒരു ഇത് പോകണം, ത്രോട്ട് പ്രോസസ്സ്. അയ്യോ ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളത്. മറ്റേതുണ്ടല്ലോ നമ്മുടെ ഈ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻ, കല്യാണം, എനിക്ക് എൻഗേജ്മെൻറ്റൊക്കെ എനിക്ക് സ്വപ്നം പോലെ തോന്നാറുണ്ട്. ചില സമയത്ത് ഞാൻ ചിലപ്പോൾ നല്ലൊരു സ്വപ്നം കണ്ടിരിക്കുമെന്ന്, ചില സ്വപ്നം പോലെ. പക്ഷേ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റ് അല്ലേ അത്. ഓക്കെ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഉള്ളവർ. ഞാൻ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. ഇത് കാശി സ്കൂളിൽ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് എന്തര പ്രൈസ് വാങ്ങണത്. ഇത് കാശി എന്തര സർട്ടിഫിക്കറ്റ്, അവന് കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയും കുറച്ച് ബുദ്ധിയുള്ള ടീമാണ്. അപ്പം അവൻ എന്തൊക്കെ വാങ്ങുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ചേച്ചി കൊച്ചിലെ ഇരുന്നേണേ. അപ്പം ചേച്ചി കൊച്ചിലെ ഇരുന്നത് ഇത് അപ്പൂൻ്റെ പല അപ്പു ഒരു ദുൽഖർ ഫാൻ ആയതുകൊണ്ട് തന്നെ ഓരോ ദുൽഖർ സിനിമ ഇറങ്ങുന്നതിനനുസരിച്ചും ദുൽഖറിൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണോ അതിനനുസരിച്ച് അപ്പൂൻ്റെ ഹെയർ സ്റ്റൈലും എല്ലാം മാറ്റാറുണ്ട്. എക്സാമ്പിൾ, ഉസ്താദ് ഹോട്ടൽ ഇറങ്ങിയപ്പോൾ അപ്പൂട്ടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോയി. ഓക്കെ, പറഞ്ഞു കേട്ടില്ലേ, ഹോട്ടൽ മാനേജ്മെൻറ്റ് പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ഇറങ്ങി, അതേത് വിക്രമാദിത്യ ഇറങ്ങിയ സമയത്ത് ഇത് പഠിക്കാൻ പോയി ഗൈസ്, PSC. അങ്ങനെ പുള്ളിക്കാരൻ ദുൽഖർ എന്ത് ചെയ്യണം, ഒരു പ്രായത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കാൻ പോകുമായിരുന്നു. ഓക്കെ, ഇത് അമ്മയുണ്ട്, ഇത് അച്ഛൻ്റെ കൊച്ചിലെടുത്ത ഫോട്ടോയാണ്. ഓക്കെ, പിന്നെ അപ്പൂൻ്റെ ഓരോരോ ടൈമിനനുസരിച്ചുള്ള ഫോട്ടോകൾ. ഈ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ദുൽഖർ സല്യൂട്ടിൽ ഇത് വെച്ചിട്ടില്ലേ, താടിയൊന്നുമില്ലാതെ മീശ വെച്ചേക്കണം, ആ ഫോട്ടോയാണ്. ഭയങ്കര ദുൽഖർ ഫാനാണ്. ഓക്കെ, പിന്നെ ഇത് ചേച്ചിയുടെ ഫോട്ടോ, പിന്നെ ഇത് അപ്പൂൻ്റെ കൊച്ചിലത്തെ ഫോട്ടോ. ഈ ഫോട്ടോ കാണുമ്പോൾ ഉണ്ടല്ല, എനിക്ക് എൻ്റെ അക്കുവിന് ഓർമ്മ വരും. ഇവിടെ എനിക്ക് എല്ലാവരും പറഞ്ഞ് അക്കുവിനെ പോലെയാണ്, അക്കു ഏകദേശം കാണാൻ സെയിമാണ്. പക്ഷേ എനിക്കങ്ങനെ എപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ എൻ്റെ അക്കുവിൻ്റെയും കൊച്ചിലത്തെ ഈ ഒരു പ്രായത്തിലെ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് രണ്ടും മൂങ്ങളെപ്പോലെ ഇരിക്കുന്നു. അപ്പം ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇത് കാശിക്കുട്ടൻ്റെ ഫോട്ടോ. ഇതൊക്കെ കാശിയിലെ അച്ചീവ്മെൻറ്റ്സ് ആണ് ഗൈസ്. ഇതൊക്കെ കാശിയിലെ അച്ചീവ്മെൻറ്റ്സ്, അത്രേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്കറിയാം അപ്പു പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അത് ചീത്തയായപ്പം മാറ്റി. അല്ല, അതാ ഇവിടെ ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് അപ്പു പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെയും ചേട്ടൻ്റെയും കല്യാണ സമയത്ത് അപ്പു ഇത് ചിരിക്കൂല, ഇങ്ങനെയൊക്കെയുള്ളൂ. കാരണം കമ്പി ഇട്ടാൽ ചിരിക്കാൻ പറ്റും. പക്ഷേ ഞാൻ കമ്പി ഇടുമ്പോൾ അത്രയും ചിരിക്കുമായിരുന്നു. എൻ്റെ പല്ല് എപ്പോഴും വെള്ളില്ല, ഞാൻ എന്താണെന്നോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുന്ന ടേബിൾ. ഫ്രൂട്ട്സും ഇതൊക്കെ വയ്ക്കുന്ന ഇത് ഓക്കെ, കുറച്ച് അക്രമാസക്തയാണ് ഗൈസ്. ഇത് നമ്മുടെ പുതിയ ഫ്ലവർ
ബാസ്ക്കറ്റാണ്, നമ്മൾ ഓൺലൈൻ ത്രൂ വാങ്ങിച്ചതാണ്. നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റ്, സോറി ഗൈസ്, ഫ്ലവറിൻ്റെയും കിളിയിലേക്കുള്ള ഫ്രൂട്ട് ബാസ്ക്കറ്റ്, ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ ഹോള്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് ഓരോരോ റൂമിലോട്ട് പോകാം. കമോൺ ഗൈസ്. ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമാണ്. ഇത് കണ്ട, കാശി ഇവിടെ ഉള്ളപ്പം കാശിയുടെ അടുത്താണ് അച്ഛൻ കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഉള്ളപ്പോൾ അല്ല, കാശിയുടെ അടുത്താണ് അച്ഛൻ കിടക്കുന്നത്. കാശിയുടെ കുറച്ച് കളിപ്പാട്ടങ്ങളാണ്, ഒരു ആമ, പിന്നെ ഒരു കണ്ണുന്തി, ഒരു ടെഡി ബിയർ. ഓക്കെ, അതൊക്കെയാണ് കാശിയുടെ കളിപ്പാട്ടം. ഇത് കണ്ട, ഇത് ചേച്ചിയുടെയും അപ്പൂൻ്റെയും ഇതാണ് സ്കൂൾ ഫോട്ടോസാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് റൂം, അച്ഛൻ്റെ അമ്മയുടെ റൂമാണിത്. ആൻഡ് ഇത് കണ്ട, പണ്ടത്തെ അലമാരയാണ് ഇത്. എനിക്കിത് കാണുമ്പോൾ നൊക്ലാഴ്ച അടിക്കും. പണ്ടത്തെ അലമാര കാണുമ്പോൾ. ഇത് പണ്ട് ഗൾഫിൽ നിന്ന് ഉണ്ടാവണം ബട്ടർ കുക്കീസ് ഇല്ലേ, അതിൻ്റെ ഡപ്പ നമ്മളവിടെ ഉണ്ട്. ഞാൻ ദുബായി പോയിട്ട് വന്നപ്പോൾ ആ ബട്ടർ കുക്കീസ് കൊണ്ടുവന്നത് എന്തെങ്കിലും ഇട്ട് വയ്ക്കാൻ, അതൊരു ഇതാണ്. പ്രത്യേകിച്ച് ബട്ടർ കുക്കീസ് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും, മിക്കുള്ളവർ ഇപ്പോൾ കഴിച്ചിട്ടുണ്ടായിരിക്കില്ലേ, ആരെങ്കിലും പോയിട്ടുള്ളപ്പോഴാണ് വരുമ്പോഴത്തേക്ക് വേറെ ഒന്നും കൊണ്ടില്ല ബട്ടർ കുക്കീസ് കൊണ്ടുവരാൻ പറയണം. ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഇങ്ങനെ. ഓക്കെ, ഇതാണ്. ഇനി നമുക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് കാണാം എന്ന് എനിക്ക് തോന്നണം. അവർ അമ്മയെന്ന് അങ്ങനെ, പക്ഷേ എനിക്ക് തോന്നുന്നു ലോഷൻ ഇടുമെന്ന് തോന്നുന്നു. പക്ഷേ അവർ സ്കിൻ കെയർ ഇടുന്നില്ല. പക്ഷേ ഞാൻ അമ്മയെ നോക്കിയോ ഗൈസ്, ഞാൻ സ്കിൻ കെയറൊക്കെ പഠിപ്പിച്ച അമ്മയ്ക്ക് ഫേസ് വാഷ്, സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ ആക്കി സെറ്റ് എടുക്കും. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. ഞാൻ ഫോഴ്സ് ചെയ്യില്ല, ഉള്ളി ഇഷ്ടമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട, കൊച്ചു പിള്ളേർക്ക് മറ്റേ ഉമ്മച്ചി പൗഡർ ഇടണത് പണ്ട് എൻ്റെ ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ കൈ തേച്ചിട്ട് പൗഡർ ഇടുമ്പോഴത്തേക്ക് അത്ര ഒരു ഫിനിഷിങ് കിട്ടില്ല. പക്ഷേ ഇത് വെച്ച് പൗഡർ ഇടുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിങ് കിട്ടും. ഇത് കാശിയിലെ ഫിനിഷിങ് ഡപ്പയാണെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും റൂം ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നോർമൽ ഒരു റൂമാണ്. ഇനി നമുക്ക് അടുത്ത അപ്പൂസിൻ്റെ റൂം കാണാം. വാ ഗൈസ്, അടുത്ത റൂം ഇതാണ്. ആക്ച്വലി ഈ റൂമാണ് അപ്പൂൻ്റെ റൂം. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഓൾറെഡി തരാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. കാരണം മേ ബി ഞാൻ വരുമ്പോഴത്തേക്ക് 3 മണിയോ 1 മണിയോ 2 മണിയൊക്കെ. അപ്പോൾ അവർ ആ സമയത്ത് എണീറ്റ് ഡോറൊക്കെ തുറന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം അതെനിക്കറിയാം, പകുതി ഉറക്കത്തിൽ വിളിച്ചുണർത്തുമ്പോഴത്തേക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. അപ്പം ഇതായിരുന്നു അപ്പൂസിൻ്റെ റൂം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂം. അപ്പം ഈ റൂമാണ് ആക്ച്വലി നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ. ഇതാണ് അപ്പൂസിൻ്റെ മെയിൻ റൂം. പക്ഷേ നമുക്ക് വേണ്ട, നമുക്ക് മെഗലിൽ മതി നമ്മൾ ചോദിച്ച് വാങ്ങിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ്. ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഒരമല. ഇപ്പം ചേച്ചിയാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ റൂമിൽ മെയിനായിട്ട് ഇതാ ആ ഫോട്ടോ ഉണ്ട്, അവിടെ ഇവിടെ ഫോട്ടോ ഉണ്ട്. കാരണം ചേച്ചിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള അപ്പൂ എന്ന് വെച്ചാൽ ചേച്ചി ഭയങ്കര പുനൂതമാണ്. പുനൂതം മീൻസ് ഒരു സ്പെഷ്യൽ, ഇഷ്ടം, സ്നേഹം. എല്ലാ സിബ്ലിങ്സും അങ്ങനെ. പക്ഷേ ചേച്ചിക്ക് വാവച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി ഭയങ്കര ഇതാണ്. യെസ്, അപ്പുവാണ് വാവച്ചി. അപ്പം ഞാൻ പിന്നെ പൊന്നേന്ന് വിളിക്കുന്ന പ്രശ്നമുണ്ടാ? അപ്പോൾ ദുമക്ക് ചെറുക്കനെ വാവച്ചിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി കിച്ചൺ ടൂറിലോട്ട് ഇറങ്ങാം. ഇവിടെ നിന്നാണ് കിച്ചൺ. ആൻഡ് നമുക്ക് ഒരു വിശാലമായ കിച്ചണാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പം നല്ല നീളമുള്ള കിച്ചൺ. ആക്ച്വലി നമ്മളവിടെ ഞാൻ കിച്ചൺ ആദ്യം പ്ലാൻ ചെയ്തത് ഈ പുറത്തുള്ള ആൾക്കാരൊക്കെ ചെയ്യണക്ക് ഒരൊറ്റ ഇങ്ങനെ നീളമുള്ള കിച്ചൺ, അതിനകത്ത് തന്നെ ഡൈനിങ് സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ അത് പുറത്തുള്ള ബാഹ്യ ശക്തികളുടേത് കാരണം എനിക്കങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ നീളമുള്ള കിച്ചണും. പിന്നെ ഇവിടെ ഇരുന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും. എനിക്ക് കസേര ഇരിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ തിണ്ണയിലിരുന്ന് അവരൊക്കെ പറയണതൊക്കെ കേട്ട് കഴിക്കാനിഷ്ടം. അപ്പോൾ TV കണ്ട് കഴിക്കുന്നേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം അവരൊക്കെ ഇങ്ങനെ സംസാരിച്ച് എല്ലാവരുമായിട്ട് ഇരുന്ന് കഴിക്കാനാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ. ആക്ച്വലി ഇവിടെ 2 റൂം, ഒരടുക്കള. മെഗലിന് 2 റൂമുണ്ട്. അതൊന്ന് അമ്മൂമ്മയുടെ റൂം, ഒന്നിപ്പം ഞങ്ങൾ കിടക്കുന്ന റൂം, ഞങ്ങളുടെ റൂം. സോ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വൈറൽ റൂം. ഇപ്പോൾ എനിക്കിതിപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്ക് ചിരി വരും. പക്ഷേ ഓക്കെ, എനിക്ക് ചിരി വന്നാലും ഞാൻ കാരണം കുറച്ചേരേലും മനസ്സ് വിഷമിക്കാൻ കാരണമായിപ്പോയി. അതെനിക്കൊരു വിഷമായിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെഗലിൽ 2 റൂമുണ്ട്. ഒന്ന് ഈ റൂമുണ്ട്, ഇത് അമ്മൂമ്മയുടെ റൂമാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ആ ഒരു പ്രൈവസിയെ ഞാൻ കീപ്പ് ചെയ്യണമല്ല. അപ്പോൾ ഇത് തന്നെ ഞാൻ ഇവിടെ ചോദിച്ചു, അവർക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ് എടുക്കണം, അല്ലാതെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. ഓക്കെ ഗൈസ്, ദിസ് ഈസ് അവർ റൂം. അപ്പം ഇതാണ് എൻ്റെയും അപ്പൂൻ്റെയും ഞങ്ങളുടെ റൂം.
അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ബെഡുണ്ട്. ആക്ച്വലി അന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞിടാ റൂം സെറ്റെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ റൂം ഇങ്ങനെ ഇല്ലായിരുന്നു. ഈ റൂമിനകത്ത് കുറേ ലൈക്ക് നമ്മുടെ ഈ സ്റ്റോറേജ് റൂമില്ലേ, സ്റ്റോർ ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കീപ്പ് ചെയ്ത് വെക്കുന്നത് ഇവിടെ ആയിരുന്നു. അപ്പോഴാണ് പിന്നെ ഞാൻ ഇവിടെ മതി ഇതാകുമ്പോൾ കുറച്ച് പ്രൈസ് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഞാൻ രാത്രി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ലൈറ്റ് അപ്പോൾ ഞാൻ അപ്പുറത്ത് റൂമിൽ കിടന്ന് ഹലോ ഗൈസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ഉറക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഞെട്ടി എനിക്ക്. അപ്പം ഞാൻ അത്രയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെറ്റ് എടുത്തത്. അപ്പോൾ അതാ ഇവിടെ ഞങ്ങളുടെ ബെഡുണ്ട്, പിന്നെ ഒരു മിററുണ്ട്. ആക്ച്വലി ഇത് അപ്പു പണ്ടേ ഒട്ടിച്ച മിററാണ്. യെസ്, ഇത് അപ്പു പണ്ടേ ഒട്ടിച്ച മിററാണ്. അത് എല്ലാവരും കൂടെ ചേർന്ന് എല്ലാം സെറ്റ് ചെയ്ത് എടുത്തതാണ്. ആൻഡ് ഞങ്ങളെ കുറേ ഫോട്ടോസ് ഞങ്ങളുടെ പ്രീ വെഡ്ഡിങ്ങിൻ്റെ. സത്യം പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഫോട്ടോസ് കാണുമ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളത്. എനിക്ക് എൻഗേജ്മെൻ്റൊക്കെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഇതുപോലെ തോന്നുന്നു. അതിനെന്തോ പറയണത്, ലൈക്ക് ഒരു ഡ്രീം പോലെ. ആ ബബിൾസൊക്കെ ഇങ്ങനെ വന്നില്ല, അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഡ്രീം പോലെ തോന്നണം. ഇത് ഒരു ചെറിയ സ്റ്റോറേജാണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കണത്. അപ്പോൾ താഴെ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് ഡ്രസ്സും ഒരുങ്ങണ കുറച്ച് സാധനമൊക്കെ മാത്രം. കാരണം എനിക്ക് മറ്റേത് ഞാൻ അപ്പോഴെപ്പോഴും ഇപ്പോൾ ഞാൻ എടുത്തിട്ട് വരുമ്പോഴേക്കും ഞാൻ അതെടുക്കാൻ മറന്നു. അതെനിക്ക് ഭയങ്കര പാടല്ലേ. അപ്പോൾ ഞാനൊരു ചെറിയ സ്റ്റോറേജ് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ അത് സെറ്റ് ചെയ്തതാണ്. ആൻഡ് ഇത് നമ്മുടെ കർട്ടൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ നമ്മുടെ റൂമോട് കൂടി തരുന്നത്. അയ്യോ ഇനി ബാത്റൂമില്ല, ഞങ്ങൾ വിചാരിക്കും ബാത്റൂം കാണിക്കാത്തതിന്. കാരണം ബാത്റൂമിൽ ഓൾറെഡി ഒരാളുണ്ടായിരുന്നു, അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. 2 ബാത്റൂമുണ്ട്, മുകളിൽ ഒരു ബാത്റൂമുണ്ട്, താഴെ ഒരു ബാത്റൂമുണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അയ്യോ എനിക്ക് ഈ ഫോട്ടോയൊക്കെ എൻ്റെ ഈ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻ്റെ ഈ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് എനിക്ക് അപ്പുനെ കാണുമ്പോൾ ഭയങ്കര ക്രഷാണ്. കാരണം എനിക്ക് അപ്പൂൻ്റെ ആ മീശ, അപ്പൂൻ്റെ അന്നത്തെ ഇത് വൈബ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലിറ്ററലി എനിക്ക് അതെല്ലാം ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാവർക്കും സ്പെഷ്യലായിരിക്കും അല്ലേ? എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ആൻഡ് ഇതിനകത്ത് ഞാൻ കുറച്ച് ഡ്രസ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഡ്രസ്സ് ഒരുങ്ങാൻ കുറച്ച് സാധനങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ മാത്രം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റൂം ടൂറ്. ആൻഡ് നമ്മൾ ഓൾറെഡി ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇളകിയേട്ടാ. അത് പെയിൻറ്റ് ഭാഗ്യത്തിന് പോയില്ല. പക്ഷെ ഇത് ഡബിൾ ടേപ്പ് അത് പറഞ്ഞാൽ ഇളകി. ഞാൻ ഒട്ടിച്ചിട്ട് ഇരിക്കണല്ലോ, അത് ഇളകിയിൽ ഇപ്പോൾ. അപ്പം വേറൊരു ഇത് ഇത് നല്ലപോലെ ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണക്കത്തൊന്ന് വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ വിചാരിച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസ് ഞങ്ങൾ കാർ എടുക്കാൻ പോയപ്പോൾ ഉള്ളത്, അല്ലാത്തപ്പോൾ നമ്മുടെ ഫങ്ഷൻ്റെ ഫോട്ടോസ് എല്ലാം ഉണ്ട് കാർ എടുക്കാൻ പോയപ്പോഴൊക്കെ ഉള്ള. കാരണം കാർ എടുക്കാൻ പോയപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് അപ്പം ഓഫ് കോഴ്സ് കല്യാണമൊക്കെ ഉറപ്പിച്ച് ഏകദേശം ഡേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് എടുത്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് എല്ലാം എടുത്തിട്ടിരിക്കുകയാണ്. അപ്പം അപ്പു ഞാനൊക്കെ ബ്ലാക്കൊക്കെ ഇട്ട് ദിസ് ഈസ് അവർ റൂം, ദിസ് ഈസ് അവർ സംതിങ് സ്പെഷ്യൽ യുനോ. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ബെഡ്ഷീറ്റ് കവറൊക്കെ മാറ്റാമെന്നുള്ള പ്ലാനിലൊക്കെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളൊരു ഹോം ടൂർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ബൈ ബൈ.